മോർണിംഗ് സ്റ്റുഡൻസ്. അടുത്തതായിട്ട് ഈ ഫെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആംപ്ലിഫയേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. എന്തിനാണ് ഈ ഫെറ്റ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് കാരണങ്ങളുണ്ട്. അതിന് പ്രധാന കാരണം എന്നുള്ളത് അതിന് നല്ല വോൾട്ടേജ് ഗെയിൻ ഉണ്ട്. സോ ഇറ്റ് ഹാസ് ആൻ എക്സലൻറ്റ് വോൾട്ടേജ് ഗെയിൻ വിത്ത് ഹൈ ഇൻപുട്ട് ഇംപിഡൻസ്. മാത്രമല്ല ലോ പവർ കൺസപ്ഷൻ കോൺഫിഗറേഷൻസ് അത് പോസിബിളാണ്. മാത്രമല്ല നല്ല ഫ്രീക്വൻസി റേഞ്ചിലും അതുപോലെ വളരെ കുറഞ്ഞ സൈസിലും അതെല്ലാം നമുക്കത് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമാണ്. സോ ബിക്കോസ് ഓഫ് ഓൾ ദീസ് റീസൺസ് ദ ഫെറ്റ് ആംപ്ലിഫയേഴ്സ് ആർ പോപ്പുലർ. അതുമാത്രമല്ല ഇതുപയോഗിച്ചിട്ട് ഒരുപാട് അപ്ലിക്കേഷൻസ്, അതായത് വോൾട്ടേജ് കൺട്രോൾ ഡിവൈസസ്, അങ്ങനെയുള്ള പല അപ്ലിക്കേഷൻസും നമുക്ക് അവിടെ പോസിബിളാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇതിനൊരു ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചധികം മോഡൽസ് എല്ലാം യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. സോ നിങ്ങൾക്കറിയാം, ഇൻപുട്ട് എ സി അനാലിസിസിലെല്ലാം നിങ്ങൾ പഠിച്ചതുപോലെ തന്നെ ഈ പല എ സി ഇക്വലൻറ്റ് സർക്യൂട്ട്സ് എല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫെറ്റ് ആംപ്ലിഫയേഴ്സിൽ അതുപോലെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന പാരാമീറ്റേഴ്സ് അതുപോലെ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. പ്രധാനമായിട്ടും നമുക്ക് കുറച്ച് ഫാക്ടേഴ്സിനെ പറ്റിയിട്ട് തന്നെ തുടക്കത്തിൽ പഠിക്കേണ്ടി വരും. ആദ്യമായിട്ട് ഒരു ബി ജെ ടിയുടെ കേസ് നോക്കാം. സോ ബി ജെ ടി എന്ന് പറഞ്ഞാൽ ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ. അപ്പോൾ ബി ജെ ടിയുടെ കേസിൽ നമുക്കൊരു കറൻറ്റ് ആംപ്ലിഫിക്കേഷൻ ഫാക്ടർ ബീറ്റ ഉണ്ട്. അതേപോലെ തന്നെ ഫോർ ഫെറ്റ് what we have is a trans conductance factor GM. ഓക്കെ, ഇനി ഇത് ലീനിയർ ആംപ്ലിഫയേഴ്സ് ആയിട്ടെല്ലാം നമ്മൾ പല കേസുകളിലും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനകത്ത് ഇതെല്ലാം ഡിസൈനിങ്ങും എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വി ആർ യൂസിങ് എ സി അനാലിസിസ്. അപ്പോൾ ഈ എ സി അനാലിസിസിന് വേണ്ടിയിട്ട് വി നീഡ് സ്മോൾ സിഗ്നൽ എ സി മോഡൽ. സോ വാട്ട് വി നീഡ് ഈസ് സ്മോൾ സിഗ്നൽ എ സി മോഡൽ ഫോർ ദ JFET. അപ്പോൾ എന്താണ് ഇതിനകത്ത് വരുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഇതിനകത്ത് പ്രധാനമായിട്ടും നമുക്ക് നോക്കാനുള്ളത് ചില വോൾട്ടേജുകളാണ്. ഒന്നാണ് VGS, മറ്റൊന്ന് VDS. സോ ഇതിനകത്ത് VDSനേക്കാൾ കൂടുതൽ നമുക്ക് കറൻറ്റ് ID ആണ് നമുക്ക് പ്രോപ്പർട്ടി ആയിട്ടുള്ളത്. സോ ഇതിൽ ഈ VGS എന്ന് പറയുന്ന ഈ ഒരു സോഴ്സ് അത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ VGS എന്ന് പറയുന്ന സോഴ്സ് വോൾട്ടേജാണ് നമുക്ക് ഈ ഡ്രെയിൻ ടു സോഴ്സ് കറൻറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ഈ ഒരു വോൾട്ടേജ് ഇത് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാം, അതിലൊരു ഷോക്ക്ലീസ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മളത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്കറിയാം. ആൻഡ് വി ഹാവ് ദ ഇക്വേഷൻ ID is equal to IDSS into 1 minus VGS by VP whole square. സോ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് ചേഞ്ച് ഇൻ ഡ്രെയിൻ കറണ്ട് വിൽ റിസൾട്ട് പിന്നെ ചേഞ്ച് ഫ്രം ഗേറ്റ് സോഴ്സ് വോൾട്ടേജ്, അതായത് VGS എന്ന് പറയുന്ന ഈ ഒരു വോൾട്ടേജ് ഉണ്ടാവുന്ന ഇതിനകത്ത് ഉണ്ടാവുന്ന ഈ ഒരു ചേഞ്ച്, ഓക്കെ, ഈ ചേഞ്ച് കൊണ്ട് ഇവിടെ ID ചേഞ്ച് ചെയ്യും. സോ what we know is that there is a change in ID with respect to the change in VGS. So we are giving a transconductance factor in a following manner. That is, the change in drain current ID is equal to a constant GM into delta VGS, where GM is the transconductance factor. Okay, this is the
ട്രാൻസ് കണ്ടക്റ്റൻസ് ഫാക്ടർ. ഇതെന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ഈ ട്രാൻസ് എന്നുള്ളതെല്ലാം യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ കറണ്ട് ഇൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ ഇൻപുട്ട് ക്വാണ്ടിറ്റി ആൻഡ് ആൻ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി. ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇത് നമ്മളിതിൻ്റെ ഡയമെൻഷൻ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ഹാവ് എ ഡയമെൻഷൻ ഓഫ് കണ്ടക്റ്റൻസ്. സോ നമുക്കത് ഇക്വേഷനായിട്ട് നമുക്കൊന്ന് എഴുതി കഴിഞ്ഞാൽ when we write it in an equation we get Gm is equal to delta ID divided by delta VGS. സോ അതാണ് നമുക്കിതിൻ്റെ ഒരു ഇക്വേഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. സോ Gm is equal to delta ID by delta VGS. സോ എങ്ങനെയാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ യു ക്യാൻ യൂസ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്. സോ വൺ മെത്തേഡ് ഈസ് graphical determination. So the one method of determining is graphical. അപ്പോൾ എങ്ങനെയാണ് ഗ്രാഫിക്കൽ ഡിറ്റർമിനേഷൻ എന്ന് നമുക്ക് നോക്കാം. സോ ഫോർ ദാറ്റ് ലെറ്റ്സ് ഡ്രോ എ ട്രാൻസ്ഫർ കർവ്. സോ ഞാനൊരു ട്രാൻസ്ഫർ കർവ് വരയ്ക്കുകയാണ്. സോ ഐ ഹാവ് VGS ആൻഡ് ID. So this is VGS, this is ID. ഇനി ഇതിനകത്ത് ഞാൻ ഇനി കുറച്ച് ഡാറ്റ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യുകയാണ്. സോ ഡാറ്റ പോയിൻറ്റ്സ് എല്ലാം മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു ട്രാൻസ്ഫർ കർവ് കിട്ടും. സോ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, അപ്പോൾ ഈ ടച്ച് ചെയ്യുന്ന ഈ പോയിൻറ്റിനാണ് IDSS. ഇവിടെ എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്ന പോയിൻ്റാണ് VP. ഇതെല്ലാം നമുക്കറിയാവുന്ന പോയിൻ്റാണ്. ആൻഡ് ലെറ്റ് ദ Q പോയിൻ്റ് ബി ഹിയർ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പോയിൻ്റിൽ നമുക്കൊരു സ്ലോപ്പ് വരച്ച് നോക്കാം. സോ ഇഫ് യു ഡ്രോ എ സ്ലോപ്പ്, വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ്, ലെറ്റ്സ് സീ. ഞാനൊരു സ്ലോപ്പ് വരയ്ക്കുകയാണ്. ഓക്കെ, നൗ ഇങ്ങനെ സ്ലോപ്പ് വരക്കി വെച്ചു. അത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വാല്യൂസ് നമുക്കൊന്ന് എഴുതി നോക്കാം. സോ ഇവിടെയുള്ളത് ഡെൽറ്റ ID, ഇവിടെയുള്ളത് ഡെൽറ്റ VGS. സോ ദിസ് ഈസ് ദ Q പോയിൻറ്റ്. സോ ഇവിടെ നിന്ന് ദ പോയിൻറ്റ് അപ്പോൾ ഈ ഒരു Q പോയിൻറ്റിലുള്ള സ്ലോപ്പ് എടുത്തു കഴിഞ്ഞാൽ വി ഗെറ്റ് ദ വാല്യൂ ഓഫ് ദ ട്രാൻസ് കണ്ടക്റ്റൻസ്. സോ ദ ട്രാൻസ് കണ്ടക്റ്റൻസ് ഈസ് ഗിവൺ ബൈ Gm, which is the slope of the tangent at that point. So slope എന്ന് പറഞ്ഞാൽ ഇവിടെ delta ID by delta VGS. സോ അതൊരു മെത്തേഡാണ് നമുക്കിത് കാണാനുള്ളത്. ഇനി ഇതിപ്പോൾ ഗ്രാഫിക്കലായിട്ട് നമുക്കിപ്പോൾ ഈ ട്രാൻസ്ഫർ കർവ് എല്ലാം വരച്ച് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റും. അനദർ വേ ഈസ് യൂസിങ് എ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. സോ വി ക്യാൻ ട്രൈ എ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. മാത്തമാറ്റിക്കൽ ഡെഫിനിഷനിൽ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്കറിയാം ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ഡ്രോൺ അറ്റ് ദാറ്റ് പോയിൻറ്റ്. സോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. സോ ദ മെത്തേഡ് ഈസ് ജസ്റ്റ് so method is the first thing we are going to write the equation ID, which is equal to IDSS into 1 minus VGS by VP whole square. This is the Shockley's equation. ഇനി ട്രാൻസ് കണ്ടക്റ്റൻസ് ആണ് കാണേണ്ടത്. ദാറ്റ് ഈസ് GM. GM is equal to delta ID by delta VGS. അഥവാ മാത്തമാറ്റിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് ദ ഡെറിവേറ്റീവ് ഓർ ദിസ് ഈസ് ദ സ്ലോപ്പ് ഓഫ് ദ ടാൻജൻറ്റ് ലൈൻ ഡ്രോൺ അറ്റ് ദാറ്റ് പോയിൻറ്റ്. അപ്പോൾ അതിനെ എനിക്ക് വേണമെങ്കിൽ DID by D into VGS എന്ന് എഴുതാം. ബിക്കോസ് ദിസ് ഇസ് ദ സ്ലോപ്പ് അറ്റ് ദാറ്റ് പോയിൻറ്റ്. സോ ആ പോയിൻറ്റ് ഞാൻ Q പോയിൻ്റ് എന്ന്, അതാണ് നമ്മുടെ Q പോയിൻറ്റ്. സോ ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു D by
dVGS of IDSS into 1 minus VGS by VP whole square. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു IDSS into d by dVGS of 1 minus VGS by VP whole square. ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. ഡിഫറൻഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ, സോ വെൻ യു ഡിഫറൻഷ്യേറ്റ് ഇറ്റ്, വാട്ട് യു ആർ ഗെറ്റിംഗ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു 2 times IDSS by, I am going to take the value of the modulus of VP only, into 1 minus VGS by VP. Okay, so this is the value of the transconductance. Okay, so here I am using the modulus of VP because I am interested only in the magnitude on. Okay, now നമുക്കത് ജസ്റ്റ് വെച്ച് നോക്കി നോക്കാം. നമുക്കറിയാവുന്ന കുറച്ച് വാല്യൂസ് വെച്ചിട്ട് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഈ ഒരു ട്രാൻസ് കണ്ടക്റ്റൻസിൻ്റെ വാല്യൂ നമ്മൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ സ്ലോപ്പ് ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ മാക്സിമം വാല്യൂവിലാണ്. അതായത് ID ഈക്വൽ ടു IDSS ആവുമ്പോഴാണ്, അല്ലെങ്കിൽ VGS ഈക്വൽ ടു 0 വോൾട്ട് ആവുമ്പോഴാണ്. സോ ഞാൻ ഈ ഇക്വേഷനിൽ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് വെൻ VGS equal to 0 volt, this GM is maximum അഥവാ സ്ലോപ്പ് മാക്സിമം ആണ്. സോ ഞാൻ അതിനെ GM0 എന്ന് പറയുന്നു. സോ GM0 ഈസ് ഈക്വൽ ടു 2 into IDSS by modulus of VP into 1 minus 0 by VP. അല്ല, GGS equal to 0 എന്ന് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 times IDSS by mod of VP. GM0 is equal to 2 times IDSS by mod of VP. ആ നേരത്തെ കണ്ട ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ we get GM is equal to, സോ നോക്കിയോ, 2 into times IDSS by VP is GM0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നേരത്തെ ഇതാ ഈ ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് നോക്കി നോക്കാം. സോ ദിസ് ഈസ് ഈക്വൽ ടു GM is equal to GM0 into 1 minus VGS by VP. So this is the mathematical definition of the transconductance. ഇപ്പോൾ ഇത് പല രീതിയിൽ കാണാറുണ്ട്. കാരണം നമ്മൾ ഡിഫൈൻ ചെയ്തത് GM എന്നാണെങ്കിലും പലപ്പോഴും സ്പെസിഫിക്കേഷൻ ഷീറ്റുകളിൽ GM എന്നോ അല്ലെങ്കിൽ GFS എന്നോ അല്ലെങ്കിൽ YFS എന്നോ ആണ് കൊടുക്കാറ്. ഓക്കെ, സോ ഈ F എന്ന് പറയുന്നത് ഫോർവേഡ് ട്രാൻസ്ഫർ കണ്ടക്റ്റൻസ് എന്നാണ്. സോ GM ഇസ് ഈക്വൽ ടു GFS ഓർ ഇസ് ഈക്വൽ ടു YFS. സാധാരണഗതിയിൽ അതിൻ്റെ വാല്യൂ എന്നുള്ളത് 1000 മൈക്രോസീമൻ ടു 5000 മൈക്രോസീമൻ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ചില കേസുകളിൽ 1000 മൈക്രോസീമൻ എന്ന് പറഞ്ഞാൽ 1 മില്ലിസീമൻ ടു 5 മില്ലിസീമൻ. Now you may plot the same. അപ്പോൾ GM വേഴ്സസ് VGS നമുക്കൊന്ന് നോക്കി നോക്കാം. സോ നമ്മുടെ ഇക്വേഷൻ ഇതാണ്. GM ഈസ് ഈക്വൽ ടു GM0 ഇൻറ്റു 1 മൈനസ് VGS ബൈ VP. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒറ്റയടിക്ക് മനസ്സിലാവും, ദിസ് ഈസ് എ ലീനിയർ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഒരു ലീനിയർ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ ഇഫ് യു പ്ലോട്ട് GM versus VGS, it will be a
straight line. Okay, so നമുക്കത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വരച്ച് നോക്കി നോക്കാം. സോ ഐ എം ഗോയിങ് ടു ഡ്രോ ഇറ്റ്. സോ ദിസ് ഈസ് അങ്ങനെയാണ് വരുന്നത്. ഇവിടെ GM then VGS. സോ എനിക്ക് കിട്ടാൻ പോകുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കർവാണ്. സോ ദ കർവ് ഈസ് സംതിങ് given like this. I hope you can see this. ഈ പോയിൻ്റാണ് GM0, ഈ പോയിൻ്റ് VP. ഓക്കെ, സോ ഇതിന് മിഡിൽ പോയിൻ്റ് വേണം നമുക്ക് നോക്കാം. ദിസ് ഈസ് GM0/2. GM0/2 വരുന്നത് വെൻ ഇറ്റ് ഈസ് VP/2 ആകുമ്പോഴാണ്. സോ ദിസ് ഈസ് പ്രട്ടി ഈസി ആയിട്ടുള്ളൊരു കർവാണ് ഇവിടെ നമുക്ക് ഉള്ളത്. നൗ നമുക്ക് മറ്റൊരു കാര്യം നോക്കാനുള്ളത്, വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ഐ ഡി എന്ന് പറഞ്ഞാൽ ഡ്രെയിൻ കറണ്ട്. സോ വാട്ട് ഈസ് ദ എഫക്റ്റ് ഓഫ് ID ഓൺ GM? എഫക്റ്റ് ഓഫ് ID ഓൺ GM വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാവുന്നതാണ്. നമുക്കറിയാവുന്ന ഇക്വേഷനാണ് ഷോക്ക്ലീസ് ഇക്വേഷൻ. അപ്പോൾ ഈ ഷോക്ക്ലീസ് ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. നമുക്കറിയാവുന്ന ഇക്വേഷൻ 1 - VGS/VP is equal to root of ID/IDSS എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലേ? വളരെ ഈസി ആയിട്ട് എഴുതാമല്ലോ. അതിനെന്താണ് ID = IDSS × 1 - VGS/VP whole square. സോ ഞാനിതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. അപ്പോൾ നമ്മുടെ GMൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കുകയാണ്. സോ അവർ ഇക്വേഷൻ ഫോർ GM ഈസ് ഗിവൺ ബൈ GM0 × 1 - VGS/VP. Now substitute instead of 1 - VGS/VP. So what you are getting is this is equal to GM0 × root of ID/IDSS. ഓക്കെ, സോ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് കുറച്ച് വാല്യൂസ് ഒക്കെ ഒന്ന് എഴുതി നോക്കാം. സോ ഇഫ് ID is equal to IDSS, GM is equal to എന്ത് വരും? GM0, കാരണം ഇപ്പോൾ root of IDSS/IDSS equal to GM0. അടുത്ത കേസ്, if ID is equal to IDSS/2, അങ്ങനെയാണെങ്കിൽ GM is equal to ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. GM0 × root of ഇവിടെ IDSS/2/IDSS. ഓക്കെ, which will give you 0.707 GM0. അടുത്ത വാല്യൂ, if ID is equal to IDSS/4, then our value is this is equal to നേരിട്ട് എഴുതാണ് 0.5 GM0. ഓക്കെ, സോ ഇത്രയും വാല്യൂസ് വെച്ച് തന്നെ നമുക്ക് ഈ എഫക്റ്റ് ഓഫ് ID and GM എന്ന് നോക്കി നോക്കാവുന്നതാണ്. Maybe all these value you can easily plot the graph. So the plot, if you plot it, the graph will be something like this. Okay, അപ്പോൾ ഈ ഒരു പോയിൻ്റാണ്, ഇവിടെയാണ് IDSS. അപ്പോൾ ഇത് IDSS/2. സോ x ആക്സിസിൽ ID, y ആക്സിസിൽ GM ആണ്. And here it is IDSS/4. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എത്രയാണോ ഇതാണ് GM0 ആണെങ്കിൽ ഇവിടെ GM0/2 വരും. അങ്ങനെയാണ് ഈ ഗ്രാഫ് ഉണ്ടാവുക. സോ ദിസ് ഈസ് ഈസി ആൻഡ് യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ വാല്യൂ. ഓക്കെ, നൗ
കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള മിക്കവാറും എല്ലാ JFETൻ്റെയും കുറച്ച് വാല്യൂസ് എല്ലാം നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, സോ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇപ്പോൾ ഈ സ്മോൾ സിഗ്നൽ അനാലിസിസിന് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ഇൻപുട്ട് ഇമ്പിഡൻസ്. സോ ZI ഫോർ എ JFET ഈസ് ഇൻഫിനിറ്റ് ഓം. പ്രാക്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഏകദേശം 10⁹9 ഓമോ 1 GΩ അങ്ങനെയൊക്കെ വാല്യൂ വരാറുണ്ട്. മോസ്ഫെറ്റിൻ്റെ ഒക്കെ കേസിലെന്ന് പറഞ്ഞാൽ ഇത് JFETന് മോസ്ഫെറ്റിന് പറഞ്ഞാൽ 10⁻15 ഒക്കെ വരാറുണ്ട്. ഓക്കെ, സോ ഇറ്റ് ഹാസ് ഹൈ ഇൻപുട്ട് ഇമ്പിഡൻസ്. ഇനി JFETൻ്റെ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഒന്ന് നോക്കി നോക്കാം. സോ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് നമുക്ക് സ്പെസിഫിക്കേഷൻ ഷീറ്റിൽ തന്നിട്ടുണ്ടാവും. അത് സാധാരണ തരാറുള്ളത് GOS എന്നോ അല്ലെങ്കിൽ YOS എന്നോ ആണ് തരാറ്. ഇറ്റ് ഈസ് ഇൻ യൂണിറ്റ് ഓഫ് മൈക്രോ സീമെൻസ്. ഓക്കെ, മൈക്രോ സീമെൻസിലാണ് നമുക്ക് തരാറ്. അപ്പോൾ ഇതിൽ YOS എന്നുള്ളത് ഇറ്റ് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് ആൻ അഡ്മിറ്റൻസ് ഇക്വലൻസ് സർക്യൂട്ട്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമുക്കതിൻ്റെ ഈ സിഗ്നൽ ഇക്വലൻസ് സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എല്ലാം മനസ്സിലാവും. അപ്പോൾ ഇവിടെ O എന്ന് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഔട്ട്പുട്ട് പാരാമീറ്ററാണ്. S എന്ന് കൊടുക്കാൻ കാരണം അത് വിത്ത് റെസ്പെക്ട് ടു സോഴ്സാണ് നമ്മളത് എടുക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ GOSൻ്റെ വാല്യൂ എന്നുള്ളത് അപ്രോക്സിമേറ്റ്ലി സംതിങ് ലൈക്ക് 10 മൈക്രോസീമൻ ടു 50 മൈക്രോസീമൻ ആണ്. അല്ലെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസിലേക്ക് എടുക്കുകയാണെന്ന് വെച്ചാൽ ഏകദേശം 20K ടു 100 കിലോ അത്രയൊക്കെ വരാറുണ്ട്. ഓക്കെ, സോ ഇക്വേഷനായിട്ട് എഴുതി കഴിഞ്ഞാൽ ദ ഔട്ട്പുട്ട് ഇമ്പിഡൻസ് ഓഫ് എ JFET is given by RD. Okay, this is equal to 1 by GOS അല്ലെങ്കിൽ 1 by YOS. ഈ 1 by IOSൻ്റെ ഒക്കെ വാല്യൂ നമുക്ക് സ്പെസിഫിക്കേഷൻ ഷീറ്റ് വെച്ചിട്ട് നോക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഇത് ഇക്വേഷൻ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ RD is equal to ഡെൽറ്റ BDS by ഡെൽറ്റ വരച്ചു പോയി ഡെൽറ്റ ID ആൻഡ് VGS is equal to കോൺസ്റ്റൻറ്റ്. പക്ഷെ അത് ഇങ്ങനെ കൊടുത്തുവെങ്കിൽ പോലും അത്ര ഈസി അല്ല കണ്ടുപിടിക്കാൻ. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ കർവിൻ്റെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം കർവ് ഇങ്ങനെയാണ് വരിക. ഏകദേശം ഇങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് കർവ് കാണാറ്. അതായത് നമ്മൾ വളരെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയ ഇൻപുട്ട് ഇമ്പിഡൻസ് അത്രേ കാണുള്ളൂ. അതായത് ഇത്രയും ഒരു ചെറിയ ചെരിവ് മാത്രമേ കാണുള്ളൂ. ഇൻപുട്ട് ഇമ്പിഡൻസ് അല്ല, ഇത്രയും ചെറിയ ചെരിവ് മാത്രമേ കാണുള്ളൂ. ഓക്കെ, സോ ഇഫ് ദിസ് ഇസ് ദ 2 പോയിൻറ്റ് അതെങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അത് വളരെ സൂക്ഷിച്ചിട്ട് എടുത്താൽ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അത് ഏകദേശം കിലോ ഓംസിൽ വരും. നൗ ഇത്രയാണ് നമുക്ക് ഇതിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് എനിക്കുള്ളത് ഇതിൻ്റെ ഒരു ഈക്വലൻറ്റ് സർക്യൂട്ടിനെ പറ്റിയിട്ടാണ് പറയാനുള്ളത്. സോ ഈക്വലൻറ്റ് സർക്യൂട്ടും അതുപോലെ തന്നെ അതുപയോഗിച്ചിട്ട് എങ്ങനെയാണ് ആ ഈക്വലൻറ്റ് സർക്യൂട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. നൗ ഐ എം ഗോയിങ് ടു സ്റ്റോപ്പ് ഇറ്റ് റൈറ്റ് നൗ. ഇതൊന്ന് എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ please feel free to contact me. Okay, thank you.